അപ്പോൾ നമുക്ക് അടുത്ത ഇതിലുള്ളത് മീൻ വാല്യൂ തിയറം. ഇപ്പോൾ എഴുതിക്കോ മീൻ വാല്യൂ തിയറം. മീൻ വാല്യൂ തിയറം അപ്പോൾ തന്നെ ഷോർട്ടാക്കിയിട്ട് പറയാൻ MVT എന്നാണ് പറയാം. ശരിക്കും ലഗ്രാഞ്ചിസ് ഫസ്റ്റ് മീൻ വാല്യൂ തിയറം ആണ്. മീൻ വാല്യൂ തിയറം. മീൻ വാല്യൂ തിയറം. മീൻ വാല്യൂ തിയറം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ആദ്യം നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് പഠിച്ചിട്ട് മുന്നോട്ട് പോകാം. സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് എ റിയൽ ഫംഗ്ഷൻ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് എ റിയൽ ഫംഗ്ഷൻ. എഫ് എന്ന് വെച്ചാൽ ഫംഗ്ഷനാണ്. ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി സച്ച് ദാറ്റ്. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ്. സച്ച് ദാറ്റ് ഒന്നാമത് നമ്മൾ നോക്കി ആ ഫംഗ്ഷൻ ഒന്ന് വെരിഫൈ ചെയ്തപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. അത് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലായി. കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും ഇടയ്ക്ക് ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഒന്നും കൂടി അതിനാണ് ചെക്ക് ചെയ്തു. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. അപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്നും നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ മീൻ വാല്യൂ തിയറം പറയുന്നത് വെച്ചാൽ ദെൻ ഈ രണ്ട് കണ്ടീഷൻ ഈ ഫംഗ്ഷൻ ഈ ഇൻ്റർവെല്ലിൽ സാറ്റിസ്ഫൈ ചെയ്താൽ ഇത് എക്കും ബിക്കും ഇടയ്ക്ക് കണ്ടിന്യൂസ് ആവണം, എ ബി ഉൾപ്പെടും, എക്കും ബിക്കും ഇടയ്ക്ക് ഡിഫറൻഷ്യബിൾ ആവണം. അങ്ങനെ ആയാൽ then there exists a point C belongs to open interval AB. അതായത് എക്കും ബിക്കും ഇടയ്ക്ക് നിങ്ങൾക്ക് പോയിന്റ് കിട്ടും സി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത് 2, 4 ആണെന്ന് കരുതുക. അപ്പോൾ 2-ന് 4 എടുക്കുന്ന പോയിന്റ് ഇപ്പോൾ 3-ഓ അല്ലെങ്കിൽ 3.5-ഓ 2. അങ്ങനത്തെ ഒരു പോയിന്റ് കിട്ടും. ഏതാണ് such that f dash of c equals f of b minus f of a divided by b minus a. ഇതിനെയാണ് നമ്മൾ മീൻ വാല്യൂ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. എഫ് ഓഫ് എക്സ് ഒരു റിയൽ ഫംഗ്ഷൻ ആണ്. അത് ക്ലോസ് ഇൻ്റർവെൽ എ ബിയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളൊന്ന് വെരിഫൈ ചെയ്ത് നോക്കിയപ്പോൾ ക്ലോസ് ഇൻ്റർവെൽ എ ബിയിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ എക്കും ബിക്കും ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടും. ആ പ്രത്യേകത എന്താ? ആ പോയിന്റിന്റെ ഡെറിവേറ്റീവ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എക്ക് ഈക്വൽ ആയിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ പോയിന്റിന്റെ പ്രത്യേകത അതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇനി നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കി വയ്ക്കാം. എക്സാമിൽ ചോദിച്ചോളുന്നില്ല, എന്നാലും സ്റ്റേറ്റ്മെന്റ് അറിയുന്നത് നല്ലതാണ്. നമുക്ക് പ്രോബ്ലം ചെയ്യാം. വെരിഫൈ മീൻ വാല്യൂ തിയറം. നിങ്ങൾക്ക് ഷോർട്ടാക്കി MVT എന്ന് എഴുതാം, അതിന് കുഴപ്പമൊന്നുമില്ല. വെരിഫൈ നിസ്സാര ക്വസ്റ്റ്യൻ അല്ല. വെരിഫൈ മീൻ വാല്യൂ തിയറം ഫോർ എഫ് ഓഫ് എക്സ് ഈക്വൽസ് എക്സ് സ്ക്വയർ. വെരിഫൈ മെയിൻ വാല്യൂ തിയറം. ഇനി ചില ഫങ്ഷൻസ് കണ്ടിന്യൂസ് ആണ്, അത് നിങ്ങൾക്ക് അത് എടുക്കാം. ചില ഫങ്ഷൻസ് ഡിഫറൻഷ്യബിൾ ആണെന്നത് പറയാം. ചിലപ്പോൾ കാരണം കൂടി പറയേണ്ടി വരും. നമുക്ക് കാരണം കൂടി എഴുതാം. വെരിഫൈ മെയിൻ വാല്യൂ തിയറം ഫോർ എഫ് ഓഫ് എക്സ് ഈക്വൽസ് എക്സ് സ്ക്വയർ. എഫ് ഓഫ് എക്സ് ഈക്വൽസ് എക്സ് സ്ക്വയർ ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ 2-4. In closed interval 2-4. So verify mean value theorem. Verify MVT for f of x equals x squared in closed interval 2-4. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാം. f of x equals x squared on closed interval 2-4. അപ്പോൾ ക്ലോസ്ഡ് ഇന്റർവൽ 2-4ലാണ് ഈ ഫംഗ്ഷൻ നമുക്ക് വെരിഫൈ ചെയ്യാൻ തന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ വെരിഫൈ ചെയ്യണം. അപ്പോൾ 2-നും 4-നും ഇടയ്ക്കുള്ള സി കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. എങ്ങനെ ചെയ്താൽ മതി. ഒന്നാമത്തെ നമ്മൾ നോക്കിയപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽസ് എക്സ് സ്ക്വയർഡ് ഇസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ 2-4. ഇത് നിങ്ങൾക്ക് വെറുതെ എഴുതാം. ഇനി എന്തുകൊണ്ടാണ് ഇത് കണ്ടിന്യൂസ് പറയാൻ കാരണം? അതിൻ്റെ കാരണം നമ്മുടെ പ്രസക്തല്ല. എങ്ങനെയാണ് പറയുന്നുണ്ട്?
ചില ഫംഗ്ഷനുകൾ എപ്പോഴും കണ്ടിന്യൂസ് ആണ്. അതൊരു എക്സാമ്പിളാണ്. ഒന്നാമത്തെ നോക്കൂ, എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. എല്ലാ പോളിനോമിയൽ x സ്ക്വയർഡ്, x സ്ക്വയർ പ്ലസ് 1, ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c, ഇതൊക്കെ എല്ലാവരും കണ്ടിന്യൂസ് ആണ്. ഈ x സ്ക്വയർഡ് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് നിങ്ങൾ വിശദീകരിക്കലും വേണ്ട, നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. എൻ്റെ എഴുതി വെച്ച് കൊടുക്കുക, ഇത് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അവർ സംഭവിക്കും. ശരി, എന്താ കാരണം? ആരും ചോദിച്ചാൽ പറഞ്ഞാൽ മതി, ആരും പരീക്ഷ ചോദിക്കില്ലല്ലോ. അപ്പോൾ അത് പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആണ്. ഇനി മറ്റൊന്നുണ്ട്, sin x എപ്പോഴും കണ്ടിന്യൂസ് ആണ്, cos x എപ്പോഴും കണ്ടിന്യൂസ് ആണ്, mod x എപ്പോഴും കണ്ടിന്യൂസ് ആണ്, ഡിഫറൻസിബിൾ അല്ല, കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഈ വക ഫംഗ്ഷനുകളെ നിങ്ങൾ കണ്ടാൽ അതൊക്കെ കണ്ടിന്യൂസ് ആണെന്ന് എഴുതുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ആരും ഒന്നും പറയില്ല, നമ്മൾ ചോദിക്കില്ല. എന്തുകൊണ്ടാണ് ഒന്നും ചോദിക്കില്ല. അങ്ങനെ ചോദിച്ചാൽ എന്താ പറയാ? എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. എല്ലാ sin x ഒക്കെ എല്ലാവർക്കും കണ്ടിന്യൂസ് ആണ്, cos x ഉം എല്ലാവർക്കും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് f of x equal continuous on closed interval 2, 4 എന്ന് വെറുതെ പറയാം, ആരും ഒന്നും ചോദിക്കുന്നില്ല, കാരണം അത് പോളിനോമിയലാണ്, കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ നമുക്ക് ഡിഫറൻഷ്യബിൾ ആണെന്ന് പൂജ്യം. അതിന് നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് കാണാം. എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് എഫ് ഡാഷ് എക്സ് എന്ന് വിളിക്കാം. അതിനാണ് വിളിക്കുക. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2x. 2x എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ 2x ആണ്. ഈ 2xൽ നിങ്ങൾ 2നും 4നും ഇടയ്ക്കുള്ള ഏത് വാല്യൂ കൊടുത്താലും ഒരു വാല്യൂ കിട്ടും ഇല്ലേ? 2.1 കൊടുത്താൽ അവിടെ 4.1 കിട്ടും, 3 കൊടുത്താൽ 6 കിട്ടും. അപ്പോൾ 2നും 4നും ഇടയ്ക്കുള്ള ഏത് വാല്യൂ കൊടുത്താലും ഇവിടെ ഒരു വാല്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഡിഫൈൻഡ് എന്ന് അർത്ഥം. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ 2x ഡിഫൈൻഡ് ഓൺ. അപ്പോൾ അതിന് മീനിങ് മനസ്സിലായോ? ഡിഫൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? അതായത് 2നും 4നും ഇടയ്ക്കുള്ള ഏത് വാല്യൂ കൊടുത്ത് ഇവിടെ കൊടുത്താലും എഫ് ഡാഷ് എക്സിന് വാല്യൂ കിട്ടും. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഡിഫൈൻഡ് ആണ്. എഫ് ഡാഷ് എക്സ് ഉണ്ട് 1/∞ അല്ലെങ്കിൽ അങ്ങനെ വരാൻ പാടില്ല, അത്രയേ ഉള്ളൂ. അതാണ് വലിയത്. ഡിഫൈൻഡ് ഓൺ ഇൻ ഓപ്പൺ ഇൻ്റർവൽ 2, 4. അപ്പോൾ ഓപ്പൺ ഇൻ്റർവൽ 2, 4ൽ എഫ് ഡാഷ് എക്സിൽ നമുക്ക് വാല്യൂ കിട്ടുന്നുണ്ട്, ഡിഫൈൻഡ് ആണ്. എന്ത് പോലെ കൊടുത്തോ, ഇപ്പോൾ 3.9 കൊടുത്തോ, 3.5 കൊടുത്തോ, 3 കൊടുത്തോ, 2.5 കൊടുത്തോ, എന്ത് കൊടുത്താലും അത് ഡിഫൈൻഡ് ആണ്. Therefore എന്താ പ്രത്യേകത? എഫ് ഡാഷ് എക്സ് ഡിഫൈൻഡ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഡിഫറൻഷ്യബിൾ ആണ്. എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് അല്ലേ? അപ്പോൾ എഫ് ഡാഷ് എക്സ് ഡിഫൈൻ എന്ന് പറഞ്ഞാൽ therefore എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇൻ്റർവൽ 2, 4 എന്നതാണ്. അപ്പോൾ അത്രയ്ക്കുള്ള കാര്യം. ഓപ്പൺ ഇൻ്റർവൽ 2, 4. അപ്പോൾ ഒന്നാമത് നിങ്ങൾ എല്ലാ പ്രോബ്ലം തന്നെ ആയിരിക്കും, എല്ലാ പ്രോബ്ലം നിങ്ങൾക്ക് ഉള്ളവരെ വരുള്ളൂ. അപ്പോൾ നേരെ എഴുതുക, ഇത് കണ്ടിന്യൂസ് ആണോ എന്ന് എഴുതി. ഇതല്ലോ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറഞ്ഞാൽ എഴുതരുത്, അതിന് കാരണം പറയണം. എന്താണ്? എഫ് ഡാഷ് എക്സ് കാണണം. എന്നിട്ട് ഒന്ന് ആലോചിക്കുക, 2നും 4നും ഇടയ്ക്കുള്ള ഏത് വാല്യൂ കൊടുത്താലും അതിന് വാല്യൂ ഉണ്ട്, ഡിഫൈൻഡ് ആണ്, അതുകൊണ്ട് ഡിഫറൻഷ്യബിൾ ആണ്. എഫ് ഡാഷ് എക്സ് ഉള്ളത് കൊണ്ട് എഫ് ഓഫ് എക്സ് ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഒരു നമ്പർ തന്നെ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എഫ് ഓഫ് എ ആണ്. എഫ് ഓഫ് എ ഈക്വൽസ് എന്താ എഫ് ഓഫ് എന്ന് പറഞ്ഞാൽ ഈ 2വിനെയാണ് നമ്മൾ എ എന്ന് പറയാം, 4നെയാണ് ബി എന്ന് പറയാം. ആ സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ 2, 4. അപ്പോൾ എഫ് ഓഫ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 2 ആണ്. ഈക്വൽസ് എഫ് ഓഫ് എക്സ് സ്ക്വയർഡ് അല്ലേ? എഫ് ഓഫ് 2 എന്താ? 2 സ്ക്വയർഡ് 4. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 2 എ 2 ആണ്. അപ്പോൾ എഫ് ഓഫ് 2 എന്താ? 2 സ്ക്വയർഡ്. എഫ് ഓഫ് എക്സ് സ്ക്വയർഡ് എഫ് ഓഫ് 2 സ്ക്വയർഡ് അല്ലേ? എഫ് ഓഫ് ബി കാണുക ഈക്വൽസ് എന്താണത്? എഫ് ഓഫ് 4 ആണ്. എഫ് ഓഫ് എക്സ് സ്ക്വയർഡ് ആണെങ്കിൽ എഫ് ഓഫ് 4 എന്തായിരിക്കും? 4 സ്ക്വയർഡ് സംശയം 16 ആയിരിക്കും. ഇനി എഫ് ഡാഷ് ഓഫ് എക്സും വെറുതെ എഴുതിയേക്കാം. ഈക്വൽസ് 2x നമുക്ക് കിട്ടിയത് അവിടെ കിട്ടിയുള്ളത് തന്നെയാണ്. ഇനി ചെയ്യേണ്ടത് അപ്പോൾ ഒരു പ്രൊസീജിയർ മനസ്സിലായല്ലോ. ആദ്യം കണ്ടിന്യൂസ് വെറുതെ എഴുതി വെച്ചു, ഡിഫറൻഷ്യബിൾ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി എഴുതി. എഫ് ഓഫ് എ കണ്ടു, എഫ് ഓഫ് ബി കണ്ടു, എഫ് ഡാഷ് എക്സ് കണ്ടു. ഇനി ഒരു ഇക്വേഷൻ എടുക്കാം. എന്നുള്ളത് താഴെല്ലോ എഫ് ഡാഷ് ഓഫ് എക്സ് നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ തന്നെ സി എന്ന് കൊടുത്താൽ ഇവിടെ എൻ്റെ ആവശ്യമില്ല. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ. ഇതാണ് മീൻ വാല്യൂ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. അത് എഴുതി വയ്ക്കാം. ഇംപ്ലൈസ് എന്ന് എഴുതാം ഒരു കഥോടെ. എന്നിട്ട് ഇതിനെല്ലാം വാല്യൂ എടുക്കുക. എന്താ എഫ് ഡാഷ് എക്സ്? 2x ഈക്വൽസ് എഫ് ഓഫ് ബി എന്താ? 16.
എഫ് ഓഫ് എ എന്താ മൈനസ് 4 ഡിവൈഡഡ് ബൈ ബി മൈനസ് എ എന്താ ഇതാണ് ബി ഇതാണ് എ. അപ്പോൾ 4 മൈനസ് 2 ബി മൈനസ് എ 4 മൈനസ് 2 that is 2x equal 16 minus 4 എന്ന് പറഞ്ഞാൽ 12 അല്ലേ by 2 ശരിയല്ലേ 12 ടു വെട്ടി പോയിട്ട് 6 എന്ന് കിട്ടില്ലേ. അപ്പോൾ 2x 6 ആണെങ്കിൽ x എന്താ 6 by 2 equals 3 അല്ലേ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എഫ് ഓഫ് എ കാണാം എഫ് ഓഫ് ബി കാണാം എഫ് ഓഫ് എക്സ് കാണാം എന്നിട്ട് ഈ ഇക്വേഷൻ എഴുതുക. ആ ഇക്വേഷനിൽ ഓരോന്നിനും വാല്യൂ തിരിച്ച് കൊടുക്കുക. എഫ് ഡാഷ് എക്സ് കൊടുക്കാനായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് എക്സ് കണ്ടുപിടിക്കുക. ഈ കിട്ടുന്ന എക്സ് ആ ഇന്റർവെലിന്റെ ഉള്ളിൽ 2 or 4 ആവാൻ പാടില്ല. ആ ഇന്റർവെലിന്റെ ഉള്ളിലുണ്ടോ നോക്കിയാൽ ഉള്ളിലുണ്ട് ഇല്ലേ. 2-നും 3-ക്കും 4 ഇടയ്ക്കല്ലേ അല്ല 2-നും 4-നും ഇടയ്ക്കല്ലേ 3 ഒരിക്കലും എന്താ ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവെൽ 2 4 എന്ന് എഴുതും. ഹെൻസ് ഒരു രസമാണ് ഹെൻസ് മീൻ വാല്യൂ ഹിയർ MVD എന്ന് എഴുതിയാൽ കുഴപ്പമില്ല. ഓക്കെ ആണോ? ഇത്രയൊക്കെ ഉള്ളൂ മീൻ വാല്യൂ ഹിയർ. ഓക്കെ അപ്പോൾ നിങ്ങളത് ചെയ്യാനോ? ഓക്കെ മീൻ വാല്യൂ ഹിയറും വളരെ ഈസിയാണ് കേട്ടോ. മാത്രമല്ല അത് ഫോക്കസ് ഏരിയ ആയതുകൊണ്ട് അതിൽ നിന്ന് ചോദ്യം ഗ്യാരണ്ടി ഉറപ്പായി ചോദിക്കും. മീൻ വാല്യൂ തിയറം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. വെരിഫൈ മീൻ വാല്യൂ തിയറം. ആകെ 2 ക്വസ്റ്റ്യൻ ഉള്ളൂ. വെരിഫൈ മീൻ വാല്യൂ ഇത് നിങ്ങൾ ചെയ്യുമല്ലോ. Verify mean value theorem എഴുതാം. Verify mean value theorem for f of x equals x cube അല്ല അതിന് മുമ്പ് എഴുതാം x square minus 4x minus 3. f of x ഞാൻ എഴുതുന്നത് f of x equals x square minus 4x minus 3. f of x equals x square minus 4x minus 3. On in the interval in closed interval AB where A equals 1 B equals 4 ആണ്. ഇതൊക്കെ നിങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു തന്ത്രങ്ങളാണ്. വെറുതെ പറഞ്ഞാൽ മതി അത് ക്ലോസ് ഇന്റർവൽ 1 4 എന്ന് പറഞ്ഞാൽ മതി. അതിന് പകരം പറയുന്ന പരിപാടി ഇത് AB അല്ലെ A1 ആണ്. ഇതിനോട് അതും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ വെരിഫൈ ചെയ്യാൻ പോകണം. കണ്ടീഷൻസ് വെരിഫൈ ചെയ്യണം. നമ്മൾ നോക്കിയപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ പോളിനോമിയലാണ്. ഈ ഇന്റർവെല്ലിൽ നിന്നല്ല എല്ലായിടത്തും നല്ല കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമ്മൾ എഴുതും എഫ് ഓഫ് എക്സ് ഈക്വൽസ് എക്സ് സ്ക്വയർ മൈനസ് 4x minus 3 is continuous on closed interval 1 4. A ൽ എത്താം. A ക്ക് കലോട് 1 4. രണ്ടാമത് നമ്മൾ പ്രൂവ് ചെയ്യണം എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. ഈക്വൽ അതൊക്കെ ആവശ്യമുണ്ട് 2x minus 4. ഈ 2x minus 4 നിങ്ങൾ ഈ 1-നും 4-നും ഇടയ്ക്കുള്ള ഏത് വാല്യൂ കൊടുത്താലും നിങ്ങൾക്ക് വാല്യൂ കിട്ടും അല്ലേ. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വാല്യൂ കിട്ടാതെ പോകുമോ? എപ്പോഴെങ്കിലും ഇൻഫിനിറ്റി ആയി പോകുമോ? ഇല്ല. അപ്പോൾ ഈസ് ഡിഫൈൻഡ്. അത് ഡിഫൈൻഡ് ആണ്. ഡിഫൈൻഡ് ഓൺ ഇൻ ക്ലോസ്ഡ് ആണെങ്കിൽ ഓൺ, ഓപ്പൺ ആണെങ്കിൽ ഇൻ എഴുതുക. ചെറിയ കാര്യം 1 4. അപ്പോൾ അത് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ആ സ്റ്റെപ്പുകൾ അതില്ല ഡിഫൈൻഡ് എന്ന് മനസ്സിലായി. 1-നും 4-നും ഏത് വാല്യൂ കൊടുത്താലും ഇതൊരു വാല്യൂ കിട്ടും. അപ്പോൾ ഡിഫൈൻഡ് ആണ്. ഡിഫൈൻഡ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എഫ് ഡാഷ് എക്സ് ഡിഫൈൻഡ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഡിഫറൻഷ്യബിൾ ആണ്. ഈസ് ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇന്റർവൽ 1. അപ്പോൾ രണ്ട് കണ്ടീഷനും ഈ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്തു. കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് നോക്കാം. എഫ് ഡാഷ് ഓഫ് എഫ് ഓഫ് എ കാണാം ഈക്വൽസ് എഫ് ഓഫ് എ എന്താ 1 ആണ്. എഫ് ഓഫ് 1 വില കൊടുക്കും ഫംഗ്ഷനിൽ. എഫ് ഓഫ് എക്സ് എന്നാൽ എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 3 ആണ്. അപ്പോൾ എഫ് ഓഫ് 1 ഏതാണ്? ഈ എഫ് ഓഫ് എക്സിൽ എക്സിനെ 1 കൊടുത്താൽ മതി. അപ്പോൾ 1 സ്ക്വയർ മൈനസ് 4 മൈനസ് 3 ഈക്വൽസ് 1 മൈനസ് 7 ഈക്വൽസ് -6 എന്ന്. ഇനി എഫ് ഓഫ് ബി ഈക്വൽസ് അറബി എഫ് ഓഫ് 4 ആണ്. ഈക്വൽസ് എഫ് ഓഫ് 4 എന്താ? എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 3 ആണ്.
എഫ് ഓഫ് ആർ കണ്ടുപിടിക്കും. ഈ എക്സ് വരുന്ന സ്ഥാനത്തേക്കും നമ്മൾ 4 കൊടുക്കും. അപ്പോൾ എന്ത് കിട്ടും? 4 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 4 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 16 മൈനസ് 16 മൈനസ് 3 നടത്താം ഈക്വൽസ് -3 എന്ന് കിട്ടും. എഫ് ഡാഷ് ഓഫ് എക്സും വെറുതെ എഴുതി വയ്ക്കുക, കണ്ടുപിടിച്ചിട്ടാണത്. എന്താ 2x മൈനസ് 4 എൻ്റെ ഭാഗ്യം. ഇനി നിങ്ങൾ മീൻ വാല്യൂ തിയറത്തിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എഴുതാം. എന്താണത്? എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽസ്, നോക്കൂ നമ്മൾ എഴുതാൻ പോകുന്നത് എന്താ? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ എന്നാണ്. ഇംപ്ലൈസ് ഇയാൾക്ക് പകരം നിങ്ങൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ 0 എന്ന് എഴുതിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആണ് റോൾസ് തിയറം. അത്രേ ഉള്ളൂ. അപ്പോൾ മീൻ തിയറത്തിൽ ഇത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് ബൈ ബി മൈനസ് എ ആണ്. അത് റോൾസ് തിയറം ആണെങ്കിലോ റോൾസ് എന്നല്ല ഗ്രോഷ്യർ എന്നാണ് പേര്. നിങ്ങൾ റോൾസ് വായിച്ചാൽ മതി. റോൾസ് തിയറത്തിൽ ഇവിടെ 0 ആയിരിക്കും. നിങ്ങൾക്കത് ഫോക്കസ് ഏരിയയില്ല പോട്ടെ. ദെൻ വില കൊടുക്കാം. എന്താ എഫ് ഡാഷ് ഓഫ് എക്സ്? 2x മൈനസ് 4 ഈക്വൽസ് ഓരോ വില കൊടുക്കും. ഈ ലെഫ്റ്റ് സൈഡ് മറന്നു പോകരുത് വില കൊടുക്കാനായിട്ട്. എഫ് ഓഫ് ബി എന്താ? -3 മൈനസ് എഫ് ഓഫ് എ എന്താ? -6 ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. 4 മൈനസ് 1 4 മൈനസ് 1 ഒന്ന് എടുത്ത് എഴുതാം. 2x മൈനസ് 4 ഈക്വൽസ് -3 പ്ലസ് 6 എന്നാണ്. എന്ന് പറഞ്ഞാൽ 3 ആണ്. -3 പ്ലസ് 6 എന്നാവും. അത് 3 അല്ലേ? ബൈ 3 ഈക്വൽസ് 1. അപ്പോൾ 2x എന്താ? 1 പ്ലസ് 4 ഈക്വൽസ് 5. അപ്പോൾ x എന്താ? 5/2 എന്ന് പറഞ്ഞാൽ 2.5 അല്ലേ? 5/2 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? 2.5 എന്ന് നമ്മൾ നോക്കൂ. നമുക്ക് ഈ കിട്ടിയ വാല്യൂ നമ്മൾ ഈ പ്രോസസ് നടത്തിയിട്ട് കിട്ടിയ വാല്യൂ 1 നും 4 നും അടയ്ക്കാം. 1 നും 4 ഇടയ്ക്ക് മതിട്ടോ, നടുക്ക് വരണമൊന്നുമില്ല. 1 നും 4 നടുക്ക് വേണം അങ്ങനെയില്ല. 1.1 ആയാലും മതി, അല്ലെങ്കിൽ 3.9 ആയാലും മതി. 1 നും 4 നും ഇടയ്ക്കല്ല. ഇടയ്ക്കാണോ? അത് നടുക്കാണോ? അതെന്താ പ്രശ്നം? അപ്പോൾ നമുക്ക് ചെയ്യാം. ബിലോങ്സ് ടു 1 4. എന്താ കിട്ടും? ഹാൻസ് MVT. അപ്പോൾ അങ്ങനെ മീൻ വാല്യൂ തിയറം ചെയ്യും. അപ്പോൾ ഈ ഫംഗ്ഷൻ മീൻ വാല്യൂ തിയറം വെരിഫൈ ചെയ്യും. ഓക്കെ. നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നിങ്ങൾക്ക് പോളിനോമിയൽ ഫംഗ്ഷനെ വരുള്ളൂ, അല്ലാതെ വേറെ ഫംഗ്ഷനൊന്നും വലിയ ട്രിഗോണോമെട്രിക് ഫംഗ്ഷൻ വലിയ പേടിക്കണ്ട. അപ്പോൾ ഇത് ചെയ്ത് കറക്റ്റാക്കി വെരിഫൈ മീൻ വാല്യൂ തിയറം ഫോർ എഫ് ഓഫ് എക്സ് ഈക്വൽസ് ഫോർ എഫ് ഓഫ് എക്സ്. F of x equals x cube minus 5x square minus 3x. X cube minus 5x square minus 3x. 3x and 3x on closed interval AB. Closed interval AB where a equals 1, where a equals 1 and b equals 3. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അതിൻ്റെ കൂടെ. അത് റോൾസ് തിയറം ശരിക്കും മീൻ വാല്യൂ തിയറം അല്ലാതെ റോൾസ് തിയറം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പക്ഷേ റോൾസ് തിയറം പറഞ്ഞിട്ടല്ല, പറഞ്ഞിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ്? ഫൈൻ സി ബിലോങ്സ് ടു 1 3. ഫൈൻ ഇത് എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആണ്, അതിൻ്റെ മീൻ വാല്യൂ തിയറം അല്ലത്. ഫൈൻ സി ബിലോങ്സ് ടു 1 3 where f dash of c equals 0. അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഇതിനെ മീൻ വാല്യൂ തിയറം വെച്ചിട്ട് ഒന്ന് വെരിഫൈ ചെയ്യാം. മീൻ വാല്യൂ തിയറം നമുക്ക് വെരിഫൈ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണത്? ഒന്നാമത്തേത്, ഈ ഫംഗ്ഷൻ മീൻ വാല്യൂ തിയറം വെരിഫൈ ചെയ്യണമെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആവണം, ഡിഫറൻഷ്യബിൾ ആവണം. കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് മനസ്സിലായി, കാരണം പോളിനോമിയലാണ്. എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമ്മൾ എഴുതും എഫ് ഓഫ് എക്സ് ഈക്വൽസ് x cube minus 5x square minus 3x is continuous on closed interval 1 3. എങ്ങനെ മനസ്സിലായി? പോളിനോമിയൽ ഫംഗ്ഷൻസ് ഒക്കെ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് അറിയാം, അങ്ങനെ മനസ്സിലായി. രണ്ടാമത്തേത് എന്താ? ഇത് ഡിഫറൻഷ്യബിൾ ആവണം.
അത് വെറുതെ എഴുതരുത്. ഞങ്ങൾക്കറിയാം ഡിഫറൻഷ്യൽ കൊണ്ട് എഴുതരുത്, വെറുതെ ഡിഫറൻഷ്യേറ്റ് വയ്ക്കുക. എന്തായാലും ഡെറിവേറ്റീവ് വേണം. അപ്പോൾ എന്ത് ചെയ്യും? എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽസ് 3x². ഡിഫറൻഷ്യേറ്റ് ചെയ്യുക മൈനസ് 10x. ഫംഗ്ഷൻ ചെയ്തില്ല ഇല്ലേ? -3 ആണ് ഡെറിവേറ്റീവ്. ഈസ് ഡിഫൈൻഡ് അങ്ങനെ ആയിരിക്കും കേട്ടോ. ഈസ് ഡിഫൈൻഡ്. നിങ്ങൾ 1നും 3ക്കും ഇടയ്ക്കുള്ള ഏത് വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കിയോ? 1നും 3നും ഏത് വാല്യൂ കൊടുത്താലും അത് ഡിഫൈൻ ആണ്. അപ്പോൾ ഡിഫൈൻ ഇൻ ഓപ്പൺ ഇൻ്റർവെൽ 1 ഓപ്പണിൽ മാത്രമേ ക്ലോസ്ഡിലും അത് ഡിഫൈൻ ആണ്. എന്നാണ് പോട്ടെ, നമുക്ക് ഇത് മതി. Therefore f dash x ഡിഫൈൻഡ് ആണെങ്കിൽ അതിനർത്ഥം എന്താ? f of x ഡിഫറൻഷ്യബിൾ ആണ്. Therefore f of x is differentiable in open interval 1. അപ്പോൾ അതും ഇനി നമ്മുടെ സാധാരണ പ്രോസസ്സർ ഈ ഫംഗ്ഷൻ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു. എന്തൊക്കെയാണ്? കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ? എഫ് ഡാഷ് എഫ് ഓഫ് എ കാണണം. എഫ് ഓഫ് എ എന്താ? എഫ് ഓഫ് 1 ആണ്. ഈക്വൽസ് എഫ് ഓഫ് 1 എന്താ ഇവിടെ കൊടുക്കുക? ഇവിടെ കേട്ടോ, ഇവിടെ കൊടുക്കുക തെറ്റിക്കരുത്. 1³ മൈനസ് 5 × 1² മൈനസ് 3 × 1 ഈക്വൽസ് 1 - 5 - 3 1 - 8 ഈക്വൽസ് -7 എന്ന് വരും. എഫ് ഓഫ് ബി കാണണം. എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ബി 3 അല്ലേ? അപ്പോൾ എഫ് ഓഫ് 3 ആണ്. ഈക്വൽസ് എഫ് ഓഫ് ഇവിടെ 3 എഫ് ഓഫ് വേണ്ട 3 കൊടുക്കൂ, ഒന്ന് കിട്ടും. 3³ മൈനസ് 5 × 3² മൈനസ് 3 × 3 എന്ന് കിട്ടും. ഈക്വൽസ് 27 മൈനസ് 5 × 9 അല്ലത്, അപ്പം 45 ആണ്. മൈനസ് 9 ശരി പേര് ചെയ്തേക്കാം. അതെ, അപ്പോൾ 27 മൈനസ് 45 എത്ര കിട്ടുക? 45ഉം 9 2 അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ കഴിയാം. 27 മൈനസ് 45 54 ഈക്വൽസ് -27. ശരിയാണോ? 27 മൈനസ് 54 -27. ഇനി നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. പിന്നെയാണ് താങ്കൾ ചെയ്യാം. ഇനി എഫ് ഡാഷ് എക്സ് കൂടി ഇവിടെ സെപ്പറേറ്റ് ചെയ്യാം. എഫ് ഡാഷ് എക്സ് കൂടി എഴുതാം. അത് പുതിയ കാര്യം എല്ലാവരും ചെയ്യുന്നത് എന്താ? 3x² മൈനസ് 10x മൈനസ് 3. എന്ത് ചെയ്യണം? എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ ഇംപ്ലൈസ്. ഞാൻ ഇവിടെ എഴുതാണ്, നമുക്ക് സ്ഥലം ആവശ്യമുണ്ട് ചെയ്യാനായിട്ട്. എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് ബൈ ബി മൈനസ് എ വില കൊടുക്കാം. എന്താ എഫ് ഡാഷ് എക്സ്? 3x² മൈനസ് 10x മൈനസ് 3 ഈക്വൽസ് എഫ് ഓഫ് ബി എന്താ? -27 മൈനസ് എഫ് ഓഫ് എ എന്താ? നെഗറ്റീവ്. അപ്പോൾ +7 ആവില്ലേ? അത് നേരത്തെ എഴുതാലോ. മൈനസ് നെഗറ്റീവ് +7 ആവും. ഡിവൈഡഡ് ബൈ 3 - 1 അല്ലേ? അപ്പോൾ 3 - 1 എന്ന് കിട്ടും. ഈക്വൽസ് -20/2 എന്ന് കിട്ടും. -10. ഇത് നമ്മൾ നേരത്തെ ചെയ്ത അത്ര ഈസി അല്ല. കാരണം നേരത്തെ ചെയ്തതുകൊണ്ട് നേരത്തെ എക്സ് കിട്ടും. ഇത് പക്ഷേ അങ്ങനെ കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3x² മൈനസ് 10x മൈനസ് 3 പ്ലസ് 10 എന്ന് വിളിക്കുമ്പോൾ =0. അപ്പോൾ നമുക്ക് 3x² മൈനസ് 10x പ്ലസ് 7 = 0 എന്ന് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായത് ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് അല്ലേ? ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ സോൾവ് ചെയ്യണം. അതിനാണ് ഞാൻ കുറച്ച് സ്ഥലം ബാക്കി വെച്ചത്. എങ്ങനെയാണ്? x ഈക്വൽസ് -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac/2a വില കൊടുക്കാം. നെഗറ്റീവ് നിന്ന് പോസിറ്റീവ് 10 വരും. ഇതല്ലേ ബി? ഇപ്പം നെഗറ്റീവ് അതറിയാമല്ലോ, പ്ലസ് 2 ചെയ്യണം. 10 എന്ന് വരും. പ്ലസ് ഓർ മൈനസ് √b² എന്ന് പറഞ്ഞാൽ സ്ക്വയർ 100 മൈനസ് 4 × 3 × 7. അപ്പോൾ ഇത് കിട്ടും 4 × 3 × 7 ബൈ 2 × 3 അല്ലേ? 2 × 3 2a ഈക്വൽസ് 10 പ്ലസ് ഓർ മൈനസ് √100 മൈനസ് 7 × 3 21 21 × 4 84. അതെ 84 ബൈ 6 വരും. ഈക്വൽസ് 10 പ്ലസ് ഓർ മൈനസ് 100 മൈനസ് 84 16. അതിൻ്റെ റൂട്ട് 4 എന്നിട്ട് ഇതായിരിക്കും ബൈ 6 ഈക്വൽസ് 10 പ്ലസ് 4/6 ഒരെണ്ണം, 10 മൈനസ് 4/6 മറ്റൊന്ന് അല്ലേ?
10 സ്ഥാനം എത്രയാണ് 14 14/6 പിന്നെയോ ഇത് 10 - 4 അപ്പോൾ 6/6 ഈ 6 ഞാൻ ഇവിടെ എഴുതാം ഇത് 7/3 ഇത് 1 ഈ 1 നമ്മൾ എടുക്കില്ലേ എന്താ കാരണം വെച്ചാൽ നമുക്ക് 1നും 3നും ഇടയ്ക്ക് വേണം ഈ 7/3 നിങ്ങളൊന്ന് പറഞ്ഞാൽ ഹെഡ് ചെയ്താൽ 7/3 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ 2 പോയിന്റ് കിട്ടും 7 3 2 പ്രാവശ്യം വെട്ടിപ്പോയിട്ട് 2 പോയിന്റ് ആയാലും എഴുതുക അതൊന്നും ചെയ്യണ്ട പക്ഷേ ഈ 1നും 3ക്കും ഇടയ്ക്കുള്ള വാല്യൂയാണ് നമുക്ക് കിട്ടുന്നത് അതായത് 1 അല്ല 7/3 ആണ് അപ്പോൾ ഒന്നിലേക്കും x = 7/3 belongs to 1 3 hence MVT hence MVT അപ്പോൾ ഇത് കുറച്ചുകൂടി വലുതാണ് ഇത് തേർഡ് ഡിഗ്രി വന്നതുകൊണ്ട് അതിന് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡിഗ്രി ആയി ഡെറിവേറ്റീവ് സെക്കൻഡ് ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടി വരും ഓക്കെ ശരി ഓക്കെ നമുക്കത് ചെയ്യാമല്ലോ ഇനി അവർ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ അവിടെ ചെയ്യുന്നുണ്ട് ഇത് ഫൈൻഡ് C belongs to 1 3 such that f dash of C equals 0 നിങ്ങളുടെ C കണ്ട് പേടിക്കാൻ വേണ്ട എന്താ ചെയ്യേണ്ടത് അറിയോ ഈ f dash of C f of x മതി 3x² - 10x - 3 ഇതിനെ 0 ആക്കി ഇക്വേറ്റ് ചെയ്യാം f dash of C equals 0 എന്ന് പറഞ്ഞിരിക്കല്ലേ അപ്പോൾ f dash of C വേണ്ടാന്ന് അവിടെ x മതി അതിന് 0 ഇക്വേറ്റ് ചെയ്യാം അപ്പോൾ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി അല്ലേ x = -10 നേരെ എഴുതാം അവിടെ ±√ b² എന്ന് പറഞ്ഞാൽ എന്താ 100 - 4ac അപ്പോൾ 4 × 3 × 3 അല്ലേ by 2 × 3 എന്ന് വരും equals 10 ±√ 100 മൈനസ് എത്ര നമുക്ക് കിട്ടാൻ 9 36 അല്ലേ 36 അല്ലേ അതെ by 6 equals 10 ±100 - 64 അല്ലേ 64 എന്താ 8/6 equals 10 + 8/6 പഠനം 10 - 6/8 അടുക്കണം 10 + 6 എത്രയാണ് 18 അപ്പോൾ 18/6 4 4/6 18/6 എന്താ 3 ഇതോ 2 വെട്ടി പോകും അപ്പോൾ 2/3 കിട്ടും ഇതിൽ 3 എടുക്കരുത് കാരണം C belongs to ഓപ്പൺ ഇന്റർവൽ 1 3 ആണ് ഓപ്പൺ ഇന്റർവൽ നമ്മൾ 1ഉം 3ഉം ഉൾപ്പെടില്ല അതിന് ഇടയ്ക്ക് വേണം അപ്പോൾ 1നും 3ക്കും ഇടയ്ക്ക് വിടുന്ന വാല്യൂ എന്താ 2/3 ആണ് അപ്പോൾ x = 2/3 അപ്പോൾ ആ പ്രോബ്ലവും ചെയ്തു അപ്പോൾ രണ്ടെണ്ണം ചെയ്തു കഴിഞ്ഞു ഇതാണ് ശരിക്കും മീൻ വാല്യൂ തിയറം ഇതൊരു എക്സ്ട്രാ കേസ് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത് റോൾസ് തിയറാണ് f dash of x നെ ഇങ്ങനെ ഇക്വേറ്റ് ചെയ്താൽ മീൻ വാല്യൂ തിയറം അതിനെ 0 ആക്കി ഇക്വേറ്റ് ചെയ്താൽ അത് റോൾസ് തിയറം അപ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടുപിടിച്ചത് മീൻ വാല്യൂ തിയറത്തിന്റെ പോയിന്റ്സ് ആണ് ഈ 7/3 2/3 റോൾസ് തിയറത്തിന്റെ പോയിന്റ് ഇത്രയുള്ള കാര്യം ഓക്കെ ഒരു പ്രോബ്ലം കൂടി ചെയ്യാം Verify MVT for f of x equals x² + 2x - 8. f of x equals x² - 2x + 8. അതല്ലേ പറഞ്ഞത് അല്ല x² + 2x - 8 on closed interval -4 2. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വരുന്ന എപ്പോഴും പോളിനോമിയൽ ഫംഗ്ഷൻ ആയിരിക്കും അതുകൊണ്ട് അത് എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും അതിന് വേണ്ടിയിട്ട് എനിക്കൊരു കൺഫ്യൂഷൻ്റെ കാര്യം ഇല്ല ശരി ഇനി ഒന്ന് f of x equals x² + 2x അത് ലിസ്റ്റ് ചെയ്തിരിക്കോട്ടോ നല്ലതാണ് -8 ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇന്റർവെൽ -4 2 എങ്ങനെ മനസ്സിലായി അത് പോളിനോമിയലാണ് അത് ഇവിടെ മാത്രമല്ല എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും ദെൻ രണ്ടാമത്തത്
എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അത് 2x പ്ലസ് 2 ആണ്. നമ്മൾ ഇവിടുത്തെ വാല്യൂ എന്ത് കൊടുത്താലും 0 എന്ത് കൊടുത്താലും ഇതിനൊരു വാല്യൂ കിട്ടും. അപ്പോൾ അത് ഡിഫൈൻഡ് ആണ്. ഈസ് ഡിഫൈൻഡ് ഓൺ ഓപ്പൺ ഇൻ്റർവൽ -4 to ഓപ്പൺ ക്ലോസ്ഡ് തന്നെയാണ്, നമുക്ക് ഓപ്പൺ മതി. Therefore f dash x defined ആണെങ്കിൽ f of x is differentiable in open interval -4 to കഴിയും. അതിൻ്റെ കഥ കഴിഞ്ഞിരിക്കുന്നു. രണ്ട് സാറ്റിസ്ഫൈ ചെയ്തു. പിന്നെന്താ ചെയ്യുക? എഫ് ഓഫ് എ കാണണം. എഫ് ഓഫ് എ എന്നാൽ എഫ് ഓഫ് -4 ആണ്. ഈക്വൽസ് എന്താണത്? ഇവിടെ എക്സിന് പകരം -4 കൊടുക്കാം. അപ്പോൾ -4 all squared plus 2 into -4 minus 8 equals 16 minus 8 minus 8 equals 0 അല്ലത് 16 minus 16 എന്ന് വരും. 0 ശരിയാണോ? 2 -4 ശരിയാണല്ലേ? ശരിയാണ്. ഇനി എഫ് ഓഫ് ബി കാണാം. എന്താണ് എഫ് ഓഫ് ബി? എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ 2 അല്ലേ? 2 ഈക്വൽസ് എന്താ കിട്ടും? 2 squared plus 2 into 2 minus 8 എന്ന് കിട്ടും. അപ്പോൾ എന്താ കിട്ടുക? 4 plus 4 minus 8 എന്ന് കിട്ടും. എന്താ? 0. 0 കിട്ടും. ദെൻ നമ്മളെന്താ ചെയ്യാൻ മൂന്നാമത്തെ? എഫ് ഡാഷ് ഓഫ് എക്സ് കാണും. ആ കണ്ണ ഉണ്ട് 2x plus 2 കിട്ടും. ഇനി ആ ഇക്വേഷൻ എഴുതും. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽസ് 0 എഫ് ഓഫ് ബി മൈനസ് 0 എന്ന് എഴുതുന്നത് റോൾസ് തിയറത്തിനാണ്. എഫ് ഓഫ് ബി മൈനസ് f of a divided by b minus a implies ലെഫ്റ്റിലും റൈറ്റിലും വാല്യൂ കൊടുക്കണം. അത് മറന്നു പോകരുത്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താ? എവിടെയത്? 2x plus 2 ഈക്വൽ 0 minus 0 by 2 minus -4 ഈക്വൽ 0 എന്നല്ല കിട്ടുക. അപ്പോൾ 2x plus 2 equals 0, 2x equals -2, x equals -1. ഈ -1 എന്ന വാല്യൂ -4 എടുക്കല്ലേ? എന്താ സംശയം? ബിലോങ്സ് ടു ഓപ്പൺ ഇൻഡോ -4 2 ആൻഡ് ഹെൻസ് എന്താ സംഭവം? MVT. അപ്പോൾ മീൻ വാല്യൂ തിയറം ചെയ്ത് കഴിഞ്ഞു. ഇത് വിട്ടിട്ടൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇതിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നത് 100% ഉറപ്പാണ്. കാരണം ഇത് ഫോക്കസ് ഏരിയ ഭാഗമാണ്.